ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീട് വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൽ ഒരു കൂട്ടായ്മ കൂടെ വന്ന് നമുക്ക് കർത്താവ് കൃപ നൽകി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിക്കൊണ്ട് ആദ്യനും അന്ത്യനുമായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ന്യായവിധി നടത്തുവാൻ അധികാരമുള്ളവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായി കാലുള്ളവനായി നമ്മളിൽ വസിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ധൈര്യം. സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും. ഈ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എങ്ങനെയാണ് ലഭിച്ചതിനെ കുറിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഈ ഒരു സ്കെച്ചിൽ കൂടെ നിങ്ങൾ വിശദീകരിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഞാൻ ഇന്നും അതൊന്നും കൂടെ ഷഫിൾ ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ കൂടെ ചിന്തിച്ചിരുന്നു, In him we preach and proclaim, warning and admonishing everyone and instructing everyone in all wisdom. അതായത് ദൈവത്തിൻ്റെ യഥാർത്ഥ പാതയിൽ നയിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഉപദേശത്തിൽ കൂടെയും പ്രബോധനങ്ങളിൽ കൂടെയും അവിടെ വാണിംഗ് ഉണ്ട്, ശാസനകളുണ്ട്, കറക്ഷൻസ് ഉണ്ട്. എല്ലാ വിധത്തിലും ഒരുവനെ ദൈവസന്നിധി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളി ഗ്രോൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. അങ്ങ് ചെല്ലുന്ന സമയത്ത് അത് വെളിപ്പെടുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നടത്തിയെടുക്കുന്ന പണിയാണ് കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ വെളിപ്പെടുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. മറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം പണി നടന്നു, എത്രമാത്രം നാം ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി. അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞതാണ്. 2 പീറ്ററിന് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയം, സ്ഥിരതയോട് ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇതിൻ്റെ ഈ ഗ്രോത്തിൽ നമ്മൾ എത്രത്തോളം നമുക്ക് അവസരങ്ങൾ കിട്ടി, എത്രത്തോളം നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്തു, എത്രത്തോളം സ്വീകരിച്ചു, എത്രത്തോളം നമ്മൾ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ആയി, ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ കൂടെ അറിയാം. അപ്പോൾ ഇതിൻ്റെ റിലേഷനൊക്കെ ഞാൻ പറഞ്ഞു. ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ഒരു വിശ്വാസിയുടെ ഡ്യൂട്ടി എന്താണ്? ഫുള്ളി സബ്മിസീവ് ആകുക. ആ ശുശ്രൂഷകൻ്റെ ഇഷ്ടത്തിനല്ല, ദൈവഹിതപ്രകാരം എന്നെ പണിതെടുത്തുകൊണ്ട് ക്രിസ്തുവിൽ എന്നെ തികഞ്ഞവനാക്കുവാനാണ് പണിയുന്നതെന്ന് നല്ല ധൈര്യത്തോടു കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ ഇതിനകത്ത് പല കള്ളത്തരങ്ങൾ, 99% കള്ളത്തരങ്ങളുള്ളതുണ്ട്. പക്ഷേ നിങ്ങളുടെ സോളിനെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനറിയാം നിങ്ങൾ എവിടെ എത്തിക്കേണ്ടതെന്ന്. സ്തോത്രം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഫുള്ളി ഗ്രോണായിട്ട് വരുന്ന സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ എറ്റേണൽ പ്ലാനായിരുന്നു ഞാൻ ഇന്നലെ നിങ്ങളോടത്ത് പറഞ്ഞത്. അതിനകത്ത് കുറച്ച് പോയിന്റുകൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് ഈ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം ക്രിസ്തുവിലും ക്രിസ്തുവിനോടുകൂടെ നമുക്കും കിട്ടുന്നത് എന്നൊന്ന് മനസ്സിലാക്കി തരാണ്. ഇത് നല്ലവണ്ണം ഉറച്ചാലേ വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഡിസ്പെൻസേഷൻ ഓഫ് ഏഞ്ചൽസിൽ, അതായത് ദൈവത്തിൻ്റെ ഭരണകൂടത്തിൽ ദൂതന്മാർ ഭരണം നടത്തിയ സമയം ഗബ്രിയേൽ ടീം, മിഖായേൽ ടീം, ലൂസിഫറൻ ടീമിലായിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്നത് അവരെ പരിശോധിപ്പാൻ ദൈവം, അതായത് പരിശോധനയുടെ ബേസിസ് ഇതാണ്. നമ്മളെല്ലാവരും തന്നെ ഫ്രീ മോറൽ ഏജൻസ് ആണ്. നമുക്ക് ഫ്രീ ബില്ലുണ്ട്. ആ ഫ്രീ ബില്ലിനെ ദൈവഹിതത്തിന് വേണ്ടി ഉപയോഗിക്കുമോ അല്ലെങ്കിൽ സെൽഫിന് വേണ്ടി ഉപയോഗിക്കുമോ? അപ്പോൾ ശത്രുവായവ നമ്മുടെ മുമ്പിൽ കൊണ്ടിടുന്നത് സെൽഫിനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. നമ്മൾ ദൈവപക്ഷത്ത് നിന്നാൽ തന്നെ ഒരു ടെംപ്റ്റേഷൻ വരുമ്പോൾ നമ്മളിൽ സെൽഫ് ഡിസയേഴ്സ്, സെൽഫിനെ ആയിരിക്കും അവൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് കണ്ട് അതിൻ്റെ അപകടം മനസ്സിലാക്കി ഒഴിഞ്ഞു മാറി ദൈവസ്നേഹത്തിൽ ദൈവഹിതം ചെയ്യുവാനാണ് ഒരു വിശ്വാസിയെ പെർഫെക്ഷനിലേക്ക് നടത്തുന്നത്. ഇതാണ് ലക്ഷ്യം. അപ്പോൾ ലൂസിഫറിൻ്റെ സംഘത്ത് അവൻ ദൈവത്തിന്, അവനെക്കുറിച്ച് പറയുമ്പോൾ നവരത്നങ്ങൾ, 9 തരം രത്നങ്ങൾ. ഈ രത്നങ്ങൾ കാണിക്കുന്നത് ദൈവത്തിൻ്റെ സദ്ഗുണങ്ങളെ കാണിക്കുന്നതാണ്. നമുക്ക് ഒരു രത്നം തന്നെ നേടണമെങ്കിൽ അനേക കഷ്ടതയിൽ കൂടെ കടന്നു പോയിരിക്കണം. എന്നാൽ ആദാമിനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ തന്നെ സകലം തികഞ്ഞവനായിട്ടാണ് സൃഷ്ടിച്ചത്. ഒന്നിനെ ലാക്കില്ലായിരുന്നു. എന്നാൽ ലൂസിഫറിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ്റെ മേലുള്ള രത്നങ്ങളുടെ പേരുകൾ എടുത്ത് പറഞ്ഞിട്ട് 9 തരം രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 തരം സദ്ഗുണങ്ങൾ അവനുണ്ടായിരുന്നു. ദൈവത്തിനടുത്ത് പോയി വരുവാനുള്ള
ഫ്രീഡം ഉണ്ടായിരുന്നു. ഈ സകലത്തിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ അവനിലാണ് നിക്ഷിപ്തമായിരുന്നത്. അവനെ പരിശോധിക്കുന്ന സമയത്താണ് അവന് സെൽഫ് കടന്നു വരുന്നത്. ഞാൻ അത്യുന്നതനോട് സമനാകും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാനാവും. ആ മൂവ്മെൻറ്റിൽ അവർ ശിക്ഷ വിധിച്ച്, എന്നാൽ അവന് വേണ്ടി ദൈവം ഒരു പരിഹാരം, ഒരു പ്രായശ്ചിത്തമല്ല ഒരുക്കിയത്. അതിനുശേഷം മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷമാണ്, ഞാൻ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടുന്ന ഫോസിൽസ്, സ്പെഷ്യൽസ്, ഡിനോസാറസിനൊക്കെ ഫോസിൽസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ അക്കാലത്ത് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നെന്നും പ്രകൃതി ഉണ്ടായിരുന്നെന്നും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നെന്നും അന്ന് മനുഷ്യനുണ്ടായിരുന്നതും ഒക്കെ തന്നെ നമ്മൾ ഇന്നലെ യെരമ്യാവിന്റെ പ്രവചന പുസ്തകം 4:23 തുടങ്ങിയ വായിച്ചിരുന്നു. അതിനുശേഷം കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നാം ആയിരിക്കുന്ന ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ലേഷനിൽ ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞത് അതല്ല നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. ഇത് പിന്നെ ഭൂമിയുടെ മേലുള്ള അധികാരം, ആകാശത്തിലെ പർവ്വജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരത്തിന്മേലും വാഴുവാനുള്ള അധികാരം ആദാമിന് അല്ലെങ്കിൽ മനുഷ്യന് കൊടുത്തിരുന്നു. ഈ അധികാരത്തെയും അവനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു നുണയ്ക്ക് വേണ്ടി മനുഷ്യനാണ് അവനെ എക്സൈസ് ചെയ്യുന്നത്, മനുഷ്യനാണ് അവന് കൊടുക്കുന്നത്, ദൈവമല്ല ശേഷാന് കൊടുക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് ക്ലെയിം ചെയ്യുമ്പോൾ അവൻ പറയുന്നത് ഇതിൻ്റെ അധികാരമൊക്കെയും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനാണ് അവന് കൊടുത്തത്. നോണ എന്താണ്? മരിക്കയിലെ നിശ്ചയം, തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മയെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തെ പോലെയാകും. ഈ ഒരു കള്ളത്തിന് വേണ്ടി അത്യുന്നതനായ ദൈവത്തെ എക്സ്ചേഞ്ച് ചെയ്തു. മനുഷ്യന് കിട്ടിയത് എന്തായി? മനുഷ്യന്റെ സ്വഭാവം ഡിസൻട്രസ്റ്റഡ് ലവായി തീർന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിത്രങ്ങളിലൂടെ ചിന്തിച്ചതാണ്. സ്തോത്രം. ഈ മനുഷ്യനും നിക്ഷിപ്തമായിരുന്ന അധികാരം ശൈത്താൻ പിടിച്ചെടുത്തു, ലൂസിഫറിൽ നിക്ഷിപ്തമായിരുന്ന അധികാരം പിടിച്ചെടുത്തു. ഈ രണ്ട് അധികാരങ്ങളെയും തിരിച്ചെടുക്കുവാനാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതിൽ അനേക കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് യോഹന്നാൻ ചാപ്റ്റർ 3:8 വാദിച്ചത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവപുത്രൻ വെളിപ്പെട്ടത്. മനുഷ്യപുത്രൻ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ദൈവപുത്രൻ വെളിപ്പെട്ടത്. അങ്ങനെ ആ രണ്ട് അധികാരത്തെയും പിടിച്ചെടുത്തിട്ട് സ്തോത്രം മനുഷ്യന് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം സ്പിരിച്വൽ അതോറിറ്റി മാത്രമേ ഉള്ളൂ. ആ സ്പിരിച്വൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെടുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരുന്നു. ലൂസിഫറിൽ നിക്ഷിപ്തമായിരുന്ന സ്വർഗത്തിലെ ഹെവൻസ് എന്ന് പറഞ്ഞ ദൈവം വസിക്കുന്ന ഹെവൻ അല്ല, നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെയാണ് ഈ സ്വർലോക ദുഷ്ടാത്മസാരികൾ വസിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവിടെ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പല പല ദുഷ്ടകാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്, ദൈവത്തെ അകറ്റി കൊണ്ടുപോകുന്ന സകല കാര്യങ്ങളും. ഇവിടെ നിമ്രോദിന്റെ കാലഘട്ടം തുടങ്ങി ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ഒരു മനുഷ്യ ഭരണകൂടത്തിൽ കൂടെ, ഒരു വ്യാജ മതത്തിൽ കൂടെ മനുഷ്യനെ മുഴുവനും ഭരിക്കുക എന്നുള്ള തന്ത്രത്തോടു കൂടെ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. നാം ഭൂലോകത്തെങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടത്. ദൈവം എന്താ പറഞ്ഞത്? സന്താന പുഷ്ടിയുണ്ടായിട്ട് പെരുകി ആദാമിന് കൊടുത്ത അതേ അനുഗ്രഹമാണ് നോഹയ്ക്കും കുടുംബത്തിനും കൊടുത്തത്. നേരെ ഓപ്പോസിറ്റ് പറയാണ്, നാം ഭൂലോകത്തേക്ക് ചിതറിപ്പോകാതിരിക്കത്തക്ക വേണം നമ്മൾ ഒരു ഗോപുരം പണിയുക, നമുക്കൊരു പേരുണ്ടാക്കുക. ഇത് തന്നെയാണ് ഇന്ന് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പെന്തിക്കോസ്റ്റിന് ഒരു പേരുണ്ടാക്കുക. തൃശ്ശൂർ തുടങ്ങി തിരുവനന്തപുരം വരെ ഇനി കേരളം ഭരിക്കേണ്ടത് ആരാണെന്ന് പെന്തിക്കോസ്റ്റുകാർ തീരുമാനിക്കും. നമുക്കൊരു പേരുണ്ടാക്കുക. അടുത്ത നിയമസഭ ഇലക്ഷൻ പെന്തിക്കോസ്റ്റിനെ കാൻഡിഡേറ്റ് ആക്കി നിർത്താൻ പോവാണ്, അല്ലെങ്കിൽ വേറെ പാർട്ടിയുടെ കൂടെ ഒരു പാർട്ടിയായിട്ട് പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുന്ന ഞാൻ കേട്ടു. നാറ്റം തടച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ലൂസിഫറിൽ നിക്ഷിപ്തമായിരുന്ന അധികാരത്തെ സേറ്റാൻ പിടിച്ചിരുന്ന ആ അധികാരത്തെയും മനുഷ്യരിൽ നിക്ഷിപ്തമായിരുന്ന ആ അധികാരത്തെയും താൻ വീണ്ടെടുത്തുകൊണ്ട് ദൈവസഭയ്ക്കാണ് സ്പിരിച്വൽ അതോറിറ്റി മാത്രമേ നൽകിയിട്ടുള്ളൂ. മെറ്റീരിയൽ അതോറിറ്റി സ്റ്റിൽ വിത്ത് സേറ്റാൻ. ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. റോമാലേഖനം 14:17 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. സ്പിരിച്വാലിറ്റിയാണ്. എഫേസ്യർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും എല്ലാത്തിനും ഇത് നമ്മെ ക്രിസ്തുവിനോട് തലയാണ്, സകലത്തെയും കാൽക്കീഴാക്കി വെച്ചിരിക്കുകയാണ്. ഈ അതോറിറ്റിയിലാണ് നാം സുവിശേഷം പ്രസംഗിക്കുന്നത്. ഈ സ്വർഗത്തിലെ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൽ ഉണ്ടായിരുന്ന അധികാരത്തെ ഞാനത് കുറച്ചും കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വാഴ്ചകള്, അധികാരങ്ങള്
ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് അധിപതികൾ, സ്വർലോക ദുഷ്ടാത്മസേന. ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് അധികളാണ് ഈ റൂളേഴ്സിനെ ഭരിക്കുന്നത്. അപ്പോൾ അവരോട് ചേരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഭരിക്കുന്ന സ്പിരിറ്റിനോട് ചേരുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ദ കിങ്ഡം ഓഫ് സേറ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 എപ്പിസോഡിന്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരുന്നു. അപ്പൊ ഇവയോട് ഇവ ഇപ്പോഴുമുണ്ട്. ഈ സ്വർലോക ദുഷ്ടാത്മ സേന എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇവിടെ മരിച്ചുപോയ മനുഷ്യരുടെ പേരെടുത്തുകൊണ്ട് വിശുദ്ധന്മാർ അവരെന്നൊക്കെ പറഞ്ഞ ഹൈന്ദവ ദൈവങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമുകളുടെ അള്ളയും അല്ലെങ്കിൽ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊന്നും വാസ്തവത്തിൽ ആ സ്പിരിറ്റുകളല്ല. പല ഐതിഹ്യങ്ങളിൽ കൂടെ, കഥകളിൽ കൂടെ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അതിന്റെ പേരിൽ ഈ വീണുപോയ ദൂതന്മാർ, അത് സ്വർഗീയ ദുഷ്ടാത്മ സേനകൾ, അവയാണ് മറിയായിട്ടോ കാളിയായിട്ടോ ശിവനായിട്ടോ അല്ലെങ്കിൽ ശാസ്താവായിട്ടോ ശബരിമല ദേവനായിട്ടോ അല്ലെങ്കിൽ പൊട്ടപരത്തി സാഹിബായിട്ടോ പല ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ പേര് പോലും വെളിപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ഞാൻ ആത്മീകമായിട്ട് വാർഫർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇവയോട് ഫൈറ്റ് ചെയ്യാനാണ് ദൈവസഭയ്ക്ക് അധികാരം തന്നിരിക്കുന്നത്. ഇതെവിടെ വരിക? സകല ശത്രുക്കളും കാൽ കീഴാകുവോളം സകല ശത്രുക്കളെയും ദൈവസഭയുടെ കാൽ കീഴ കൊണ്ടുവരണം. എബ്രായലേഖനം 10:13 വാക്യം. അതുവരെയും നീണ്ടുപോകും. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിനിടയ്ക്കും അത് പറയാണ്, സ്തോത്രം ബാബാ, നമുക്ക് ഇലക്ഷന് നിൽക്കാം, നമുക്ക് ഈ ലോകത്തിന് അന്ധകാരത്തിന് അധിപതികളോട് കൂടെ ചേരാം. ദൈവസഭയിൽ കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം വാണിംഗ് ആയിട്ട് പറയാൻ കാരണം നമുക്ക് എപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ മുമ്പിൽ ജനറേറ്റ് ആവും. ഇപ്പൊ കോമൺ ചർച്ചുകളിൽ പോകുന്നവരുണ്ട്. അവിടുത്തെ ചർച്ചും പാസ്റ്ററും ഒക്കെ ഇതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നവരായി കഴിഞ്ഞാൽ സേ ഗുഡ് ബൈ. എൻ്റെ സോളിന് വില കൊടുത്തൊരു ഒരുവനുണ്ട്. എനിക്ക് ഫിസിക്കൽ ചർച്ചല്ല വേണ്ടത്, എനിക്ക് എൻ്റെ സോളിനെ രക്ഷിക്കണം. സ്തോത്രം. അപ്പൊ ഇത് 2 ട്രാക്കാണ്. ഒന്ന് മെറ്റീരിയൽ അധികാരങ്ങൾ, മെറ്റീരിയൽ പ്രസംഗങ്ങൾ, മറ്റൊന്ന് സ്പിരിച്വാലിറ്റി. ഈ സ്പിരിച്വാലിറ്റിക്ക് പ്രസംഗിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു പിക്ചറിൽ കൂടെ പറഞ്ഞത്, യാഗപീഠത്തിൽ നിന്നുള്ള തീ തന്നെ എടുക്കണം. ധൂപാർപ്പണത്തിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന യാഗപീഠത്തിൽ കാണിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. മാനവജാതിയുടെ മേലുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നി സ്വമേധയ തന്റെ ശരീരത്തിന് പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് അവർക്ക് പകരക്കാരനായി ശിക്ഷ അനുഭവിക്കുന്നതിന്റെ റെപ്രസെന്റേഷനാണ് ഈ യാഗപീഠം. ആ യാഗപീഠത്തിന് തീയെ മോശ കൊണ്ടുപോയി കത്തിച്ചതല്ല ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഉണ്ടായത്. എല്ലാ ക്രമപ്രകാരം ചെയ്തു. മെറ്റീരിയലായിരിക്കുന്ന കാര്യങ്ങൾ സമാഗമന കൂടാരത്തിന്റെ പണികളെല്ലാം ക്രമമായിട്ട് ഒരുക്കി വെച്ചു. പുരോഹിതന്മാരുടെ ശുശ്രൂഷകളെല്ലാം ക്രമമായിട്ട് ചെയ്തു. പുരോഹിതന്മാരെ കരപ്പൂർണ്ണം നടത്തി. സ്തോത്രം. അങ്ങനെ അഹ്റോന്റെ പുത്രന്മാരായിരിക്കുന്ന 4 പേരും ആ ശുശ്രൂഷ എല്ലാം ചെയ്തുകൊണ്ട് വെളിയിൽ വന്ന് ജനത്തെ അനുഗ്രഹിക്കുന്ന സമയത്താണ് യഹോവയുടെ തേജസ് അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അവിടെ നിന്നും തീ പുറപ്പെട്ട് സ്തോത്രം പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? സ്തോത്രം. മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് പകരം തന്റെ ഓമനപുത്രനെ, തന്റെ ഏകജാതനെ നൽകിക്കൊണ്ട് അവന്റെ മേൽ ശിക്ഷ കൊടുത്തുകൊണ്ട് ഈ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ യുഗായുഗങ്ങൾ നരകത്തിൽ വെന്തെറിയതിനേക്കാൾ തന്റെ പുത്രൻ അല്പസമയം വെന്തെറിയുന്നത്, തന്റെ പുത്രൻ അല്പസമയം കൈവിട്ട് പോകുന്നത് നല്ലതെന്ന് കണ്ട ദൈവസ്നേഹത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഈ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. ഈ സുവിശേഷമാണ് കന്മനുഷ്യകൾ ആദ്യകാലങ്ങളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഹൃദയം നുറുക്കത്തോടെ എന്റെ ദൈവമേ, പാപിയായിരിക്കുന്ന ഈ മനുഷ്യന് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിച്ചല്ലോ എന്ന് പരിശുദ്ധാത്മാവ് കേൾക്കുന്ന ജനത്തിന് സുബോധം കൊടുക്കും. കാരണം ക്രിസ്തു വസിക്കുന്ന ഒരു ദൈവദാസനെ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ പ്രസംഗിക്കുന്നത് എന്താണ് കൺവെൻഷനില്? ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് അധിപതിയെ അകത്ത് വെച്ചിട്ട് ക്ഷണിക്കാണ്. കമാൺ കമാൺ, നമുക്ക് ഇലക്ഷന് നിൽക്കണം, നമുക്കൊരു പേരുണ്ടാക്കണം. തൃശ്ശൂർ തുടങ്ങി തിരുവനന്തപുരം വരെ നമുക്കൊരു പേരുണ്ടാക്കണം. പിന്നെ അവർക്ക് വരുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. ഇപ്പൊ ഞാൻ അവിടെ ചിന്തിക്കാൻ പോകുന്നില്ല. പിറ്റേ ദിവസം അഹ്റോന്റെ 2 മക്കളും നാദാബും അബീഗുവും ദൈവകൽപ്പന പ്രകാരമുള്ള ഈ യാഗപീഠത്തോടെ തീയെടുക്കാതെ രണ്ടുപേരും ഓരോരോ ധൂപകലശം എടുത്തു. ഇന്ന് എത്രമാത്രം ആലയങ്ങൾ നടക്കുന്നത്. അപ്പോൾ മാസ്റ്റർ അന്നത്തെ പോലെ ഇത് മരിച്ചു വീഴുന്നില്ല. ഇന്ന് സ്പിരിച്വലാണ്.
നമ്മൾ വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് ഒരു മാറ്റം നടക്കുന്നില്ല. ഒരു കാര്യം പുറത്ത് അകത്തും ദൈവം സൃഷ്ടിക്കുന്നില്ല. ഓൾറെഡി മരിച്ചിരുന്ന ഇനാക്റ്റീവ് ആയിരുന്ന നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിനെ ആക്റ്റീവ് ആക്കുന്നു. നമ്മുടെ ഫ്രീ വില്ല് പാപത്തിന് അടിമപ്പെട്ടു പോയി നാം തന്നെ അടിമപ്പെടുത്തി കൊടുത്ത അവസ്ഥയിൽ നിന്നും നമ്മുടെ ഫ്രീ വില്ലിനെ സ്വതന്ത്രമാക്കുന്നു. ഇനി നമുക്ക് ദൈവഇഷ്ടം ചെയ്യുവാനുള്ള ഫ്രീഡം കിട്ടി. അതിനാവശ്യമായ പാപ പരിഹാരത്തിന് നടത്തിയെടുത്തതിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അവരത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. പിതാവിനെ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മ നിയോഗത്തോടു കൂടെ ക്രിസ്തു വസിക്കുന്നവൻ പ്രസംഗിക്കുമ്പോൾ അവന്റെ വായിൽ കൂടെ വരുന്ന വാക്കുകൾ, വചനങ്ങള് ദൈവജനത്തിന്റെ ഹൃദയത്തിലേക്ക്, അവരുടെ പ്രാണനിലേക്ക്, എല്ലാവരുടെ ശരീരത്തെയും പ്രാണനെയും ആത്മാ തുളച്ചു കണ്ട് അവിടെ മനസ്സാക്ഷി, ആത്മാവിലുള്ള ഹ്യൂമൻ സ്പിരിറ്റുള്ള മനസ്സാക്ഷിയിലേക്ക് തന്നെ ടച്ച് ചെയ്യാണ്. എന്റെ ദൈവമേ, ഞാൻ പാപി, യുഗായുഗങ്ങൾ നരകത്തിൽ വെന്തേരതിനേക്കാൾ നിന്റെ പുത്രനെ നീ എനിക്ക് പകരമായിട്ട് ശിക്ഷ അനുഭവിക്കാൻ നൽകിയല്ലോ. ആ പുത്രന്റെ മുമ്പിൽ ഞാൻ കവിട് വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇനി എനിക്ക് ഈ പാപത്തിന്റെ ജീവിതം വേണ്ട, കർത്താവേ സേവ് മീ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നതാണ് വീണ്ടും ജനത്തിന്റെ അനുസരണമാണ്. ഇതാ പ്രസംഗിക്കേണ്ടത്. അതിനു പകരം ഈ ദൈവസഭയ്ക്ക് ഇങ്ങനെ ജനിച്ചവരെ തന്നെ വഷളാക്കി കഴിയത്തക്കവണ്ണം ഈ മെറ്റീരിയൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന സേറ്റാനെയാണ്. അവനെ പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ എന്തോ വഷളത്വമാണ്. ഈ ഇടുക്കുമുള്ള വാതിൽ ഞെരുക്കുമുള്ള വഴിയിൽ കൂടെ ഓരോ ആത്മാവിനെ കുറിച്ച് നടത്തുന്ന കാര്യമാണ് നമ്മൾ കൊളോസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 24 തുടങ്ങി 28 വാക്യങ്ങൾ ദിവസങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, ദൈവസ്നേഹം, ഇത് ഉണ്ടായി വരുവോളം അവനെക്കുറിച്ച് ജാഗരിച്ച് അവന് വേണ്ടുന്നതായിട്ടുള്ള പ്രബോധനങ്ങള്, ചിലപ്പോൾ ശാസനകൾ കൊടുക്കേണ്ടി വരും, തെറ്റായി പോണെങ്കിൽ ശാസിക്കേണ്ടി വരും. എല്ലാ വിധത്തിലും അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായ ഫുള്ളി ഗ്രോഡ് പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ട് വിശ്വാസി സബ്മിസീവ് ആകണം. ശുശ്രൂഷകർ അവർക്ക് വേണ്ടി ജാഗരിക്കണം. നിന്റെ കാര്യം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിന് കണക്ക് കൊടുക്കേണ്ടവനാണ്. ഇത്രമെല്ലാം ഇരിക്കുമ്പോൾ പറയാണ്, വരുവിൻ വരുവിൻ വരുവിൻ, നമുക്ക് ഇലക്ഷന് നിൽക്കണം, നമുക്കൊരു പേരുണ്ടാക്കണം. നിമ്രോദിന്റെ പ്രസംഗമല്ലയോ പ്രസംഗിക്കുന്നത്? അവരെങ്ങനെയാവട്ടെ ദൈവം അനുവദിക്കുക. ഗ്ലോബലിനകത്ത് വേണ്ടത്ര പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരാഴ്ച ഇവിടെ പോട്ട കൺവെൻഷൻ പ്രസംഗിക്കുക, ദേശീയ കൺവെൻഷൻ എന്നാണ് പറയുന്നത്. അടുത്തങ്ങ് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ഒരു കൃപാസന മാതാവ് കൂണ് മുളച്ചു വന്നിട്ടുണ്ട്. ഇവിടേക്കായിട്ട് ഫ്ലൈറ്റ് ചെയ്തിട്ടായി പറയുന്നേ, വലിയ പരിശുദ്ധ പറയും, അടി കൊടുത്ത് ഞാൻ അറിയാം ചീഞ്ഞളിഞ്ഞ വർത്താനം പറഞ്ഞിരുന്നത്, പച്ച തെറിയെ വിളിക്കുന്നത്. ഇവിടെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂർ ഒരു അമ്പലമുണ്ട്. അവിടുത്തെ ദേവിയുടെ പൂജ എന്താണെന്നറിയാമോ? തെറിപ്പാട്ടുകളാണ്. അന്ന് ദിവസം ബസ്സിൽ എല്ലായിടത്തും തെറിപ്പാട്ട് പറയാം, ഫ്രീഡമാണ്. കോളേജ് പിള്ളേർക്ക് വലിയ സന്തോഷമുള്ള ദിവസം. അത് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ ദേവി പ്രസാദിക്കുന്നത് തെറിപ്പാട്ടില്ല, പച്ച തെറിപ്പാട്ടുകൾ. കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഈ വേളങ്കണ്ണിയും ഈ അമ്മയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. ഞാനിതൊക്കെ പറയാൻ കാരണം ഇത്തരം പ്രസംഗം കേൾക്കുമ്പോൾ അവർക്ക് പേരെടുത്തതാ. ഞാൻ പറഞ്ഞില്ല, അഹ്റോന്റെ പുത്രന്മാരെങ്ങനെയാ അവരെ അതേ അങ്കിയോടുകൂടെ തന്നെയാണ് പുറത്തു കൊണ്ടുപോയിട്ടത്. അപ്പൊ ഇവർ കാണുമ്പോൾ ദൈവം കൊടുത്ത അങ്കിയെല്ലാം കാണും, ദൈവം കൊടുത്ത വചനങ്ങളൊക്കെ കാണും. മുമ്പ് ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ച് കരപൂർണ്ണം നടത്തി, അഭിഷേകം ചെയ്ത് കരപൂർണ്ണം നടത്തി, വസ്ത്രത്തെയും വേർതിരിച്ചു, അവരെയും വേർതിരിച്ച് അഹ്റോന്റെ മക്കളാണ്. അപ്പൊ പ്രസംഗം കേൾക്കുമ്പോൾ നല്ല വെള്ള വസ്ത്രം, കറുത്ത പുസ്തകം, പെന്തക്കോസ്തിന്റെ ശരിയായ വചനങ്ങൾ തന്നെ പറയുന്നു, യേശുവിനെ തന്നെ പ്രസംഗിക്കുന്നു. പക്ഷെ നിന്നെ വിളിക്കുന്നത് ഈ ലോകത്തിലേക്ക്, വിശാല വഴിയിലേക്ക് കൂടെ പോകാൻ നമുക്കൊരു പേരുണ്ടാക്കണം. ഞാൻ വീണ്ടും പറയാൻ കാരണം ഈ പ്രസംഗം കുറേയല്ല ചെയ്യുന്നത്, കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഇപ്പം ദയവായിട്ട് കേൾക്കുന്നവരും യൂട്യൂബിൽ കേൾക്കുന്നവരും ഇനി ഫ്യൂച്ചറിൽ ദൈവം എപ്പോഴെങ്കിലും ധാരെങ്കിലും കേൾപ്പിച്ച ഞാൻ പറഞ്ഞത് വിട്ടോടുവേൻ. തിമോഥെയോസിന് പറഞ്ഞത് വിട്ടോടുവേൻ. ഇങ്ങനെ മണത്ത് നിന്നാൽ നടക്കില്ല, അങ്ങോട്ടേക്ക് വശീകരിക്കപ്പെടും. നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ രണ്ട് പേഴ്സണായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരുവന്റെ സ്പിരിറ്റ് നമ്മളെക്കാളും സ്ട്രോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ആശയങ്ങൾ അവൻ പഠിച്ചു വച്ചിരിക്കുന്നത് നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ട്, അവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെങ്കിലും നമ്മൾ വീക്കാണെങ്കിൽ നമ്മൾ അറിയാതെ അവന് വശീകരിക്കപ്പെടും. ഇതാണ് ഏദൻ തോട്ടം സംഭവിച്ചത്. തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുത് ദൈവം വാസ്തവമായിട്ട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയം ഇടത്തക്കമുള്ള ഒരു ചോദ്യം. അവൾ സ്ട്രോങ് ആയിരുന്നെങ്കിൽ എൻ്റെ ദൈവം ഇങ്ങനെ തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്.
തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മത്തിന്മേലെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്നാളിൽ മരിക്കും എന്ന് കാണാപ്പെടാൻ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിൽ, ദൈവം തോട്ടത്തിന്റെ നടുവിലെന്ന് പറഞ്ഞില്ല. തിന്നരുത്, തൊടുകയും ചെയ്യരുത്. തൊടുക ചെയ്യാൻ ദൈവം തൊടരുത് പറഞ്ഞിട്ടില്ല. വചനത്തോട് അല്പമൊന്ന് കൂട്ടി, വചനത്തിന്റെ ഗാംഭീര്യത അതൊന്നും കുറച്ചു, മരിക്കാതിരിക്കേണ്ടതിന്. അങ്ങനെയല്ല പറഞ്ഞ് തിന്നുനാളിൽ മരിക്കും, യു ഷാൽ ഷുവർലി ഡൈ. അപ്പൊ അവന് മനസ്സിലായി ഇത് ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, അതിനെ ഈ വചനം പഠിപ്പിക്കുന്നത്. വചനം പഠിക്കാൻ പറഞ്ഞ അതിനാണ് നിങ്ങൾ ഷാർപ്പായിരിക്കണം. നിങ്ങളുടെ അടുത്ത് ഏതൊരു സ്പിരിറ്റ്, ഏതൊരു മനുഷ്യൻ വന്ന് ചോദിച്ചാൽ വളരെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം, നിങ്ങളുടെ വീടിന് ചുറ്റും എഴുതി വെക്കണം. നീ അല്ലെങ്കിൽ ദൈവനീതി എൻ്റെ മേൽ വിധിച്ച ശിക്ഷയ്ക്ക് പകരക്കാരനായി എന്നോടിപ്പോൾ സംസാരിക്കുന്ന, വാദിക്കുന്ന ഏതൊരു സ്പിരിറ്റ്, ഏതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു സ്പിരിറ്റിൻ്റെയോ ഏതൊരു പുണ്യവാളൻ്റെയോ ഉപദേശിയുടെയോ ആരുടെയും തന്നെ കൊണ്ടുവന്നോ, നീ പ്രായശ്ചിത്തമായി തീർന്നിട്ടുണ്ടോ? ഞാൻ വാദിക്കുന്നത് എങ്ങനെയാണ്? മുസ്ലിമുകളുടെ അള്ള സ്പിരിറ്റ്, മുഹമ്മദിന്റെ സ്പിരിറ്റ്, മക്കമദിനയുടെ സ്പിരിറ്റ് വന്ന് വാദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഡിഡ് യു അറ്റോൺ ഫോർ മീ? നീ മാനവജാതിക്ക് വേണ്ടി അറ്റോൺമെന്റ് ആയിട്ടുണ്ടോ? നിനക്ക് വേണ്ടി പ്രായശ്ചിത്തം നടന്നിട്ടില്ല എനിക്ക് വേണ്ടി. നിന്നെ ശിക്ഷ വിധിച്ച അതേ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. കീപ് ഇൻ മൈൻഡ്. പിന്നെ നിനക്ക് ഞാൻ ശിക്ഷ തരാൻ പോകുന്നത്. ഇതാ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ലൂസിഫറിന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരം അതേപോലെ തന്നെ മനുഷ്യന്റെ ഉണ്ടായിരുന്ന അധികാരം എടുത്തിട്ട് നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്വർലോക ദുഷ്ടാത്മ സേനകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനിടത്തിൽ ഇന്ന് ഈ സ്വർലോക ദുഷ്ടാത്മ സേനയുടെ പേരിലുള്ള പുണ്യാൾമാരെ, മരിച്ചുപോയ കന്യാസ്ത്രീമാരുടെയോ മരിച്ചുപോയ മനുഷ്യരുടെയോ പോപ്പുമാരുടെയോ, ഇപ്പൊ ഇവിടെ പോട്ടയ്ക്കകത്ത് ഒരു കൊച്ചു പയ്യൻ മൊബൈലൊക്കെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് ഒരു കത്തോലിക്ക പയ്യൻ 10-15 വയസ്സ് 20 വയസ്സ് കാണുള്ളൂ, അവര് പുണ്യവാളായിട്ട് വാഴിച്ചിരിക്കുക. എവിടെ? യൂറോപ്പിലുള്ള ഏത് കൺട്രിയിലാണ്. അവന് കുറെ അത്ഭുതങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് സെയിന്റ് ആക്കി വാഴിച്ചിരിക്കുക. കിട്ടുന്നവനക്ക് പിടിച്ച് സെയിന്റ് ആക്കുക. പാപത്തിൽ മരിച്ച കന്യാസ്ത്രീകളെ പോലും പിടിച്ച് സെയിന്റ് ആക്കുക. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എത്ര പേര് സെയിന്റുകളാണ് ഉള്ളത്? ഇവരാരെങ്കിലും മാനവജതിക്ക് വേണ്ടി പാപപരിഹാരമായിട്ടുണ്ടോ? ഡിവൈൻ ജസ്റ്റിസ് നിങ്ങൾ ഹൃദയത്തിൽ നല്ലവണ്ണം ഉറച്ചു വയ്ക്കുക. ഇത് നല്ലവണ്ണം ഉറച്ചാലേ നിങ്ങൾക്ക് വിശ്വാസത്തിലുള്ള പോരാട്ടത്തെ എതിർത്തു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇക്കാലഘട്ടത്തിൽ ദൈവവചനം പെന്തിക്കോസ്തുകാർ പറയുന്നത് ശരിയായ ഉപദേശം തന്നെ പഠിച്ചുകൊണ്ട്, പെന്തിക്കോസ്തുകാരെ പെടുന്ന പാട്ടുകൾ തന്നെ പാടിയിട്ട്, ഇവരെല്ലാം മറ്റൊരു യേശുവിനോ മറ്റൊരു ദൈവങ്ങൾക്കോ വില കൊടുത്തുകൊണ്ട് മൊറാലിറ്റിയോ മറ്റു കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പണ്ട് കാലത്ത് പെന്തിക്കോസ്തുകാർ മാത്രമേ സ്തോത്രം പറയാറുള്ളൂ. ഇപ്പൊ പോട്ടക്കാരും സ്തോത്രം എന്ന് പറയാൻ പറ്റില്ല, സ്വസ്ത്രമെങ്കിലും പറയും. തിരിച്ചറിയാത്തവര് മനസ്സിലാക്കാൻ അന്ന് നമ്മളത് ഒന്നല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നല്ലപോലെ കീപ്പപ്പ് ചെയ്യണം. നമ്മുടെ സോളിന് വേണ്ടി വില കൊടുത്തത് വില, നമ്മുടെ സോളിന്റെ വില അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആരുടെയെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളയാവുന്ന ഒന്നല്ല. ഒരു പാസ്റ്ററിനെയോ ഒരു ഡിനോമിനേഷനെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ കുഞ്ഞുങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നഷ്ടപ്പെടുത്തുവാനുള്ളതല്ല നമ്മുടെ സോള്. നമ്മൾ സോളിന് വേണ്ടി നാം വില കൊടുത്ത്, നമ്മൾ വില കൊടുത്തവന്റെ കൂടെ നിന്നാൽ ഈ പറഞ്ഞവർക്ക് എന്തെല്ലാം സംഭവിച്ചാലും നമ്മുടെ കർത്താവ് നോക്കിക്കൊള്ളും. അതാവും പ്രോമിസ് വന്നിരിക്കുന്നത്. സ്തോത്രം. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു, ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തിന് ശേഷം ഇനി ഭരിക്കുവാൻ വലിയ താല്പര്യമുള്ളവർക്കാണെങ്കിൽ 1000 ആണ്ട് വായിച്ചാൽ ഇതേ ഭൂമിയിൽ നമുക്ക് ഭരിക്കാനുള്ള ഓഫറുണ്ട്. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 11 ഇങ്ങനെ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വെള്ളക്കുതിരപ്പുറത്ത് കർത്താവ് വരുന്നത് ആന്റി ക്രൈസ്റ്റിനെ ന്യായം വിധിക്കാൻ വരുന്നതാണ്. അവരോട് കൂടെ നമ്മളാണ് വിശുദ്ധരായിട്ട് വരുന്നത്. ശുഭ്രവസ്ത്രം ധരിച്ചവര്, വിശേഷ വസ്ത്രം ധരിച്ചവര്. ഇപ്പൊ ഭരിക്കുവാനുള്ള ആഗ്രഹമാണെങ്കിലും ഭരിക്കാം. യേശു ക്രിസ്തുവിനോട് കൂടെ നല്ല ഭരണം ഭരിക്കും. ഒരു കറപ്ഷൻ ഇല്ല, ഒരു കോഴപ്പരിപാടി നടക്കില്ല. നാം ആയിരിക്കും കമാൻഡ് കൊടുക്കുന്നത്. പത്രോസ് 19 അധ്യായത്തില് കർത്താവേ ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഗമിച്ചവർ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ 12 പേരും സിംഹാസനങ്ങളിരുന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. അപ്പൊ യഹൂദന്മാരിൽ നിന്ന് വിളിച്ചവര് കർത്താവ് യഹൂദന്മാരെ ന്യായം വിധിക്കാൻ തക്കവണ്ണം ഏൽപ്പിക്കുമ്പോൾ ജാതികളിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് നമ്മളെ വിശുദ്ധ വസ്ത്രം സൂക്ഷിക്കുകയാണെങ്കിൽ
അവനോട് കൂടെ വിശ്വസ്തര ഇപ്പോൾ നിൽക്കുന്നവർ ഇപ്പോൾ തന്നെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എക്സസൈസ് ചെയ്യുവാൻ നമുക്ക് അവസരങ്ങൾ ദൈവം തരും. സ്വർലാക ദുഷ്ടാത്മസേനയോട് ഫൈറ്റ് ചെയ്യുവാൻ നമുക്ക് അവകാശം തരും. നമ്മളല്ലായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ഫ്രീ വില്ല്, നമ്മുടെ സോളിൽ നമ്മളെ തന്നെ ക്രിസ്തുവിന് വാഴാൻ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്തെടുക്കും. സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എങ്ങനെ എക്സസൈസ് ചെയ്യുന്നോ അതേ അധികാരമാണ് തന്റെ ശരീരമാണ് സഭയിൽ കൂടെയാണ് എക്സസൈസ് ചെയ്യുന്നത്. അതാണ് എഫെസ്യർ 1:19-23 പറയുന്നത്. ആ അധികാരം ദൂതന്മാർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഭൂമിയിൽ കെട്ടത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എവിടെയാ സ്വർഗത്തില്? ഈ ദുഷ്ടാത്മസേന വസിക്കുന്ന സ്വർലോക ദുഷ്ടാത്മസേന വസിക്കുന്ന ഇടം. സ്തോത്രം. ഇതെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് അത് ഞാൻ ഈ ടീം പറയാണ്, ദൈവത്തിന്റെ എറ്റേണൽ പ്ലാൻ പറയുകയാണ്. അപ്പൊ നമുക്ക് ഭരിക്കാനാണോ? യെസ്, അതിന് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിച്ചത് അതിനാണ്. ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, സകല ചരാചരങ്ങളെയും വാഴുക ആദാമിന് കൊടുത്ത അത്രയുള്ളായിരുന്നു. എന്നാൽ കർത്താവിന് ശിഷ്യത്വം പ്രാപിക്കുന്നവർക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. ലൂസിഫറിന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരവും മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരവും കർത്താവ് എടുത്തിട്ട് നമുക്ക് സ്പിരിച്വൽ അതോറിറ്റി തന്നിരിക്കുക. ഇനി നിങ്ങൾക്ക് ലോകത്ത് ഭരണം നടത്തണമോ? ഇപ്പോൾ നടത്താം. ഇപ്പോൾ രാഷ്ട്ര തലവന്മാര് ശരിയായ രീതിയിലല്ല ഭരിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തിലെ പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങള് രാജ്യ നിയമത്തനുസരിച്ചല്ല ഭരിക്കുന്നെങ്കിൽ അവരുടെ മേൽ അധികാരം ദൈവസഭയ്ക്കാണുള്ളത്. ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റണോ? അവരെല്ലാം നിങ്ങൾ കമാൻഡ് കൊടുത്താൽ എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിൽ വസിച്ചിട്ട്. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിനല്ല. നിങ്ങൾക്ക് പോലീസുകാരോട് ദേഷ്യം തോന്നി ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുന്ന കാര്യം നടക്കില്ല. അവൻ ദൈവവ്യവസ്ഥയ്ക്ക് എതിരാക്കി, രാജ്യവ്യവസ്ഥയ്ക്ക്. ദൈവവ്യവസ്ഥ അവനറിയില്ല. രാജ്യ നിയമത്തിന് വിരോധമായി കേരള മുഖ്യമന്ത്രി ആകട്ടെ, കേരളത്തിൽ ഏതൊരു ഓഫീസറാകട്ടെ, പ്രൈം മിനിസ്റ്റർ ആകട്ടെ, ഏതൊരു അധികാരിയുമാകട്ടെ, രാജ്യത്തിന്റെ നിയമത്തിന്റെ ധാർമ്മികതയെ ലംഘിച്ചുകൊണ്ട് അവൻ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയത് ഞാൻ നിയമത്തിന്റെ ധാർമ്മികത പരിപാലിച്ചു കൊള്ളാമെന്നാണ്. അതിന് വിരോധമായിട്ട് അവന്റെ വ്യക്തി താല്പര്യത്തിനോ പാർട്ടി താല്പര്യം വശീകരിക്കപ്പെട്ട് തെറ്റ് ചെയ്താൽ അവന്റെ മേൽ ശിക്ഷ നടത്താനുള്ള അധികാരം ദൈവസഭയ്ക്കാണ്. ഞാനത് അനേക പ്രാവശ്യം എക്സസൈസ് ചെയ്തിട്ടുണ്ട്, വെറുതെ പറയുന്നല്ല. അനേക പ്രാവശ്യം ദൈവസഭയുടെ അധികാരം അതാണ്. നീ പൊളിറ്റിക്സ് ഇലക്ഷൻ നിന്ന് നിയമസഭയിൽ പാർലമെന്റിൽ പോയിട്ട് വേണ്ട അധികാരം എക്സസൈസ് ചെയ്യാൻ. നിന്റെ വീട്ടിൽ നിന്റെ വയറ് പട്ടിണി ആയിരിക്കാം, നിനക്ക് മഴ ചോരുന്ന കൂരിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നീ ക്രിസ്തുവിൽ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനിലാണ് വസിക്കുന്നത്. ആ അധികാരം നിന്നിൽ കൂടെ എക്സസൈസ് ചെയ്യും. പക്ഷെ നിന്റെ ഇഷ്ടത്തിനല്ല, ദൈവ ഇഷ്ടത്തിന്. ഇതാ സഭയുടെ അധികാരം. നിനക്ക് അധികാരം ഇപ്പോൾ എക്സസൈസ് ചെയ്യാം, രാജാന്മാരുടെ വാഴ്ചയിൽ മാത്രമല്ല. പക്ഷേ ഫിസിക്കലായിട്ടല്ല. ദൈവരാജ്യത്തിന്റെ ലോ മോറൽ ലോയാണ്, ഫിസിക്കൽ ലോ അല്ല. ശരി, മനസ്സിലാക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയാല് നമുക്ക് ശരിയായ ട്രാക്കിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഈ ഇടുക്കുമുള്ള വാതിൽ ഞെരുക്കുമുള്ള വഴിയും തിരഞ്ഞെടുത്തുകൊണ്ട് എന്നും പട്ടിണി പാവങ്ങളായിട്ട് എല്ലാവരും ചെള്ളക്ക് അടിച്ചു കഴിഞ്ഞാൽ മറിച്ചടിയും കാണിച്ചു എടുത്ത് ഇങ്ങനെ അടികൊണ്ട് ജീവിക്കാനല്ലതല്ല. നിന്നെ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറയും. ചെള്ളക്ക് അടിക്കുകയാണെങ്കിൽ ഓക്കെ, അവർ ഒരു അടിയും കൂടി അടിച്ചൊക്കെ പോട്ടെ, അവന്റെ കോപങ്ങ് തീരട്ടെ. നിന്റെ വസ്ത്രം എടുക്കാൻ ആഗ്രഹിക്കുന്ന പുതപ്പും കൂടെ വിട്ടുകൊടുക്കാൻ പറയുന്നത് നിന്നെ മുഴുവൻ നശിപ്പിക്കാനല്ല. അവന്റെ കോപത്തോട് കൂടെയാണ് വന്ന് നിന്റെ വസ്തു എടുക്കാൻ ആഗ്രഹിക്കുന്നത്. വിട്ടുകൊടുക്ക്, അവൻ തൃപ്തനായിട്ടൊക്കെ പോട്ടെ. നീ ശേഷിക്കല്ലോ, നിന്റെ മേൽ നടത്തിയെടുക്കാൻ പണി നടത്തിയെടുക്കാൻ പറ്റുമല്ലോ. ഇതിനു വേണ്ടിയാ കർത്താവ് പറഞ്ഞത്. ഒരു ചെടി അടിച്ചു മാറിച്ചെടി കാണിച്ചു കൊടുക്കാനല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, വചനത്തിന് ലിറ്ററൽ മീനിങ് ഉണ്ട്, സ്പിരിച്വൽ മീനിങ് ഉണ്ട്. സ്പിരിച്വൽ മീനിങ് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കണം. സ്തോത്രം. നിനക്ക് ഭരണം നടത്തണമോ? എലക്ഷന് നടക്കൊന്നും വേണ്ട, പാർട്ടിയുടെ ഒരു പാർട്ടിയിലും ചേരണ്ട. നീ ക്രിസ്തുവിൽ വളർന്ന് ഗ്രോ ചെയ്യുമ്പോൾ, നീ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നിന്റെ വ്യക്തി താല്പര്യത്തിനു വേണ്ടി നീ ഉപയോഗിക്കയില്ല എന്ന് മനസ്സിലാക്കിയ നിന്നിൽ കൂടെ ഈ ലോക രാജാക്കന്മാരെ ദൈവം ഭരിക്കും. ഇതും ചെയ്തിട്ടുണ്ട്.
ഞാൻ അഹങ്കരിച്ച് പറയല്ല, ഇത് നമുക്ക് ചെയ്യാം എന്ന് കർത്താവ് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓരോ രാജ്യത്തും ഞാൻ പറഞ്ഞല്ലോ, ലൂസിഫർ അധികാരം നടത്തിയിരുന്ന ഓരോ രാജ്യത്തിനും വാഴ്ചകൾ എന്ന് പറഞ്ഞ ലൂസിഫറിൽ നിന്ന് അധികാരം നേരിട്ട് വാങ്ങുന്നതാണ് വാഴ്ചകള്, അധികാരങ്ങള്. ഇവരിൽ നിന്നുമാണ് ഈ സ്വർലോക ദുഷ്ടാത്മ സേനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രാജാക്കന്മാരെ ഭരിക്കുന്ന, വേൾഡ് റൂളേഴ്സിനെ ഭരിക്കുന്ന സ്പിരിറ്റ് കിട്ടുന്നത്. അമേരിക്കയ്ക്ക് ഒരു ഡൊമീനിയൻ ഉണ്ട്, ഇന്ത്യക്ക് ഒരു ഡൊമീനിയൻ ഉണ്ട്, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും ഒരു ഡൊമീനിയൻ ഉണ്ട്, ഓരോ സ്റ്റേറ്റ് ഓരോ ഡിസ്ട്രിക്റ്റിന് ഒരു ഡൊമീനിയൻ ഉണ്ട്, ഓരോ പള്ളിയിൽ എല്ലായിടത്തും ഇല്ല പള്ളികൾ, അമ്പലങ്ങള്, ഓരോ വിഗ്രഹങ്ങൾ, ചില കല്ലുകൾക്കൊക്കെ മേളിലൊക്കെയും ഓരോ സ്പിരിറ്റ് ഡൊമൈൻ ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ടായിരിക്കും ആ ലൊക്കാലിറ്റിയെ ഭരിക്കുന്നത്. അതാണ് കൃപാസന മാതാവ് ഇടയ്ക്ക് പൊങ്ങി വന്നത്. ഇവിടെ പോട്ടയ്ക്കകത്ത് കുറച്ച് പൊങ്ങി, അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഡിവൈന് ഒരു 3 കിലോമീറ്റർ കൂടെ പോയാൽ മതി, ഡിവൈന് പൊങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ നോർത്തിലേക്ക് പോയ ഒരു ജെറുസലേമിൽ പൊങ്ങി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടേക്ക് കൂണ് പൊങ്ങുന്ന പോലെ പൊങ്ങുമ്പോൾ ദൈവസഭ നിന്റെ അധികാരമാണ്. അതാണ് സ്പിരിച്വൽ അധികാരം എന്ന് പറയുന്നത്. ഇതാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യ ഗോലമാക്കി. ഇതാണ് ദൈവസഭയുടെ അധികാരം. ഇനി നിനക്ക് രാജാക്കന്മാർ ഭരണം നടത്തണമോ? നമ്മുടെ കർത്താവ് തന്നെയാണ് ഹ്യൂമൻ ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്. അവരുടെ കയ്യിൽ അധികാരം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അവൻ രാജ്യത്തിന്റെ നിയമത്തിന്റെ ഇന്റഗ്രിറ്റിക്ക്, ധാർമ്മികത തെറ്റിച്ചുകൊണ്ട് തന്റെ വ്യക്തി താല്പര്യത്തിനോ താനായിരിക്കുന്ന പാർട്ടിയുടെ താല്പര്യത്തിനോ വേണ്ടി നിയമം തെറ്റിച്ചാൽ അവനെ ഡിസ്മസ് ചെയ്യാനുള്ള അധികാരം നിന്റെ കയ്യിലായിരിക്കുന്നത്. ഞാൻ ഈ കേരളത്തിൽ അനേക പ്രാവശ്യം എക്സസൈസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, പക്ഷെ നിന്റെ വ്യക്തി താല്പര്യമല്ല അവിടെ നടക്കേണ്ടത്. നിന്റെ വ്യക്തി താല്പര്യത്തിൽ ഏതായാലും നീ തെറ്റു ചെയ്തിട്ട് നിന്നെ ശിക്ഷിക്കാനുള്ള വഴി കർത്താവ് കൊടുത്തിരിക്കുന്നത്. അവിടെ മിണ്ടാതിരിക്കുക. മൂർഖന്മാർക്ക് കീഴ്പ്പെടാൻ പറയുന്നത് അതാണ്. അല്ല, നീ റൈറ്റ് പാതയിൽ നടക്കുന്നത് നിന്റെ മേൽ വേറെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ട് അവൻ നൽകിയിരിക്കുന്ന അധികാരത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് നിന്റെ മേൽ റോങ് ആയിട്ട് അധികാരം നടത്തിയാൽ നീ തർക്കിക്കാനൊന്നും പോകണ്ട, കോടതിയിലൊന്നും പോകണ്ട, മാറിയിരിക്കുക. കർത്താവേ, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരമുള്ള നീയാണ്, നീ മുഖാന്തരമാണ് ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് വന്നിരിക്കുന്നത്, നീ മുഖാന്തരമാണ് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ അധികാരം ഈ വ്യക്തി മിസ്യൂസ് ചെയ്യുന്നല്ലോ. സ്തോത്രം. നിന്റെ നാമത്തിൽ ഞാൻ അവരെ ഡിസ്മസ് ചെയ്യുന്നു പറഞ്ഞാൽ ഡിസ്മസ് കാണാൻ സാധിക്കും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. അതിന് ദൈവം പല വഴികളൊക്കെ ഒരുക്കും, ചിലപ്പോൾ സമയമെടുക്കും. നിന്റെ അധികാരം അതാ, ദൈവസഭയുടെ അധികാരം. നീ പാർലമെന്റ് ഇലക്ഷൻ ചെയ്ത് പോകേണ്ട കാര്യമില്ല, നിയമസഭയിൽ സീറ്റ് പിടിക്കേണ്ട കാര്യമില്ല, ഒരു പാർട്ടിയുമായിട്ട് കൂട്ടുചേരേണ്ട കാര്യമില്ല. നീ പട്ടിണിയായിരിക്കും 4 പേര് അറിയേണ്ട, ആരോട് പറയും വേണ്ട ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നീ നിനക്ക് മഹത്വം എടുക്കുക. മഹത്വം ക്രൂശിനുള്ളതാണ്. പഴയ നിയമത്തിലെ പുരോഹിതന്മാര് മേധസ് തിന്നാൻ പാടില്ല, സകല യാഗങ്ങളുടെയും മേധസ് യഹോവയ്ക്ക് യാഗപീഠത്തിൽ അർപ്പിക്കണം എന്ന് പറഞ്ഞ ഗ്ലോറി ടു ഗോഡ് ഓൺലി. അപ്പോൾ നിങ്ങൾക്ക് മരിക്കണോ? ഇപ്പോൾ മരിക്കണോ? ഇതിന് തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എന്ന് പറഞ്ഞാൽ എന്തിനേയും എന്തും ചെയ്യുവാനുള്ള അധികാരം. എന്തിനാ? ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. അപ്പൊ ഭരിക്കാനുള്ള അധികാരമാണോ? അത് ഇപ്പോഴുമുണ്ട്. ഇനി ഫിസിക്കൽ ഭരണത്തേക്ക് പ്രവേശിക്കണമോ? 1000 ആണ്ട് വാഴ്ചയിലും പ്രവേശിക്കാം. അതെങ്ങനെയാ? നാം വായിച്ചു വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 തുടങ്ങിയ വാക്യങ്ങളിൽ. ഞാൻ ഇന്നലെ ഇതൊക്കെ വായിച്ചുകൊണ്ട് സമയം എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു പോകുന്നത്. അവനോടുകൂടെ വെള്ളക്കുതിരപ്പുറത്ത് വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട്, ശുഭ്ര വസ്ത്രം ധരിച്ചുകൊണ്ട് അവനോട് കൂടെ വരുമ്പോൾ എതിർ ക്രിസ്തുവില് സേറ്റാൻ അവന് ശക്തിയും അധികാരവും സിംഹാസനം കൊടുത്ത് വാഴുന്ന ശത്രു ക്രിസ്തുവിനോട് കൂടെ നാം വരുമ്പോൾ വിരണ്ട് ഓടിപ്പോകും. 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ പിന്നെ അവനെ പിടിച്ച് ചങ്ങലയിലിടുന്നത്. അതേ അധികാരം ഇപ്പോൾ സ്പിരിച്വലായിട്ട് എക്സസൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ കണ്ടാൽ സാത്താൻ വിരളണം. കാരണം എന്താ? ഇവന് വേണ്ടി സൃഷ്ടമായ ദൈവം പ്രായശ്ചിത്തമായി തിരുവത്തക്കോണം ഇവന് വില കൽപ്പിച്ചതാ. ഇവന് വേണ്ടി വീണ്ടെടുക്കാൻ വേണ്ടി വില കൊടുത്തത് ദൈവപുത്രൻ മനുഷ്യമായിട്ട് വന്ന മനുഷ്യപുത്രനാണ് വില കൊടുത്തത്. ഇവന് ഇച്ചിരി വിലയുള്ളവനാ. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു വിഷയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത്. നിന്റെ ഗുണം കൊണ്ടല്ല നിനക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരുന്നത്.
ദൈവത്തിന് നിന്നോട് കൃപയുള്ളത് കൊണ്ട്. പക്ഷേ ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷൻ വരുത്താതെ അവന് കൃപ എക്സസൈസ് ചെയ്യാൻ പറ്റുകയില്ല. അതിനുവേണ്ടി പുത്രനെ ദാനമായിട്ട് നൽകിയത് എന്തിനാ? ശിക്ഷ അനുഭവിപ്പാൻ, നിന്റെ മേലുള്ള ശിക്ഷ അനുഭവിപ്പാൻ. എന്നിട്ടും ഈ നിമ്രോദിന്റെ പ്രസംഗം കേൾക്കാൻ പോണോ? വരുവിൻ നമുക്കൊരു പേരുണ്ടാക്കാം. തൃശ്ശൂർ തുടങ്ങി തിരുവനന്തപുരം നമ്മളാണ് ഇനി ഇലക്ഷനിൽ ആര് ജയിക്കണം തീരുമാനിക്കുന്നത്. അവർ പ്രസംഗിക്കട്ടെ, ദൈവം അനുവദിക്കുകയാണ്. പക്ഷെ ഇത് നിനക്കൊരു പരിശോധനയായിരിക്കും. ഈ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ, ഈ കൺവെൻഷൻ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ കൂടെ സ്പിരിറ്റ് നമ്മുടെ അടുക്കി വരും. ഇവരെവിടെ വീണ് പോയാലാ പ്രസംഗിക്കുന്നത്? വരും നമുക്ക് പേരുണ്ടാക്കുമ്പോൾ ദുശീലമായിട്ട് പ്രസംഗിക്കുമ്പോൾ നീയും കൈ വരച്ച് ഹല്ലേലൂയ ഇത് പറഞ്ഞാൽ അതേ സ്പിരിറ്റ് നിന്റെ ഉള്ളിൽ കിടക്കുക. നാളെ തുടങ്ങി നിനക്കൊരു പാർട്ടിയോട് ഒരു അനുകൂലം, മറ്റൊരു പാർട്ടിയോട് പ്രതികൂലം, ഒരു രാഷ്ട്രീയക്കാരനോട് അനുകൂലം, മറ്റൊരു പ്രതികൂലം, ഇങ്ങനെ ഹൃദയത്തിൽ സ്ലോവിൽ ഒരു ഭാഗം തുടങ്ങും. അപ്പൊ നീ പുറത്തൊക്കെ പോകണ്ട, നിന്റെ ഹൃദയത്തിൽ തന്നെ ശത്രു കൂട് കെട്ടാൻ തുടങ്ങും. ഇതാണ് ചെറു കുറുക്കന്മാർ, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെന്താ? തേനൂട്ടി വളർത്താനല്ല പറഞ്ഞിരിക്കുന്നത്, പിടിച്ച് കെട്ടാനാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വലിയൊരു അധികാരം എൻ്റെ കർത്താവ് തന്നിട്ടുണ്ട്, അത് ഞാൻ കളയാൻ താല്പര്യപ്പെടുന്നില്ല. ഓരോ ദൈവ പൈതലിനുണ്ട്, ഇത് പാസ്റ്റർമാർക്കുള്ളതല്ല. ദൈവ കുടുംബത്തിൽ ജനിച്ച ഓരോ ദൈവ പൈതലിനും ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രോത്ത്, ശ്വാസത്തോട് വീര്യം എന്ന് പറയുന്നതാണ് ഈ പറയുന്നത്. ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്തെടുക്കുന്നതിനെയാണ് ക്രിസ്ത്യൻ എനർജി, വീര്യം, വിർച്യു എന്ന് പറയുന്നത്. അത് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, ഇത് ഞാനല്ല, യെസ് കർത്താവ് ഉയർത്തുന്നതിന് ശേഷം പറഞ്ഞ കാര്യം നടക്കുന്നുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കാമെന്ന് പറഞ്ഞവൻ ഇന്നും ഉണ്ട്, എന്നിൽ വാഴുന്നുണ്ട്. ഇത് മരണത്തിൻ്റെ കാര്യം. ഇനി അനേക റിലേഷൻസ് ഉണ്ട്. ഇത് തന്നെയാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സബ്ജക്റ്റ് നമ്മൾ തുടങ്ങിയത്. ഒരു റിലേഷൻ ഭരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. സ്പിരിച്വലായിട്ട് നിനക്ക് ഇപ്പോഴുണ്ട്, ഇനി മെറ്റീരിയലായിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോട് കൂടെ നിനക്ക് ഭരിക്കാൻ ദൈവവചനം ഓഫർ തരുന്നുണ്ട്. ട്രാക്കിൽ പോയാൽ അതിനുവേണ്ടി ഇടുക്കമുള്ള വാതിൽ, ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകണം. വിശാല വഴിയിൽ കൂടെ വേറെയുണ്ട്, അത് പോവാം. യു വിൽ എൻഡ് അപ്പ് ഇൻ ഹെൽ. ഇപ്പം നീ ചെയ്യുന്ന ആരും അറിയില്ല, പ്രശംസയൊന്നും ഉണ്ടാവില്ല, 4 പേരും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ വയറ് പട്ടിണിയായിരിക്കും, നാട്ടുകാരും വീട്ടുകാരൊക്കെ ദുഷിക്കും. അല്ലല്ലോ, ഈ മാഗ്നറ്റ് പോലെയാണ്. ഒരുവന്റെ ഹൃദയത്തിൽ ലോകത്തിന്റെ സ്പിരിറ്റ്, ഈ ലോകത്തിന്റെ സ്പിരിറ്റാണ് ഇരിക്കുന്നതെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവാണ് വാഴുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ നിന്നെ പകയ്ക്കും, നിന്നെ സ്നേഹിക്കയില്ല. ഇത് ഡയമെട്രിക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒരുവനിൽ ലോകത്തിന്റെ സ്പിരിറ്റാണ്, ഈ ലോകത്തിന്റെ സ്പിരിറ്റാണ്, അവൻ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നേടുന്നെങ്കിൽ, അല്ല ഈ പറഞ്ഞിരിക്കുന്ന വാഴ്ചകൾ, അധികാരം, ഈ ലോകത്തിന് അന്ധകാരത്തിന് അധിപതി സ്വർലോക ദുഷ്ടാത്മ സേനയാണ് അവന് വസിക്കുന്നതെന്നും നിന്നിൽ ക്രിസ്തുവാണ് വസിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി നിന്നെ പകച്ചേ ഇരിക്കുള്ളൂ. നിനക്ക് ആ പക വേണ്ടെങ്കിൽ അവനോട് കൂടെ ചേർന്നാൽ പിന്നെ നിന്നെ പകയ്ക്കില്ല. ഇത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം. നിന്നിൽ ക്രിസ്തു വാഴുവാൻ, നീ ക്രിസ്തുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ചുറ്റുപാടും ഈ ലോകത്തിന്റെ ആത്മാവസ്ഥയുള്ളവരാണെങ്കിൽ അവർ നിന്നെ നാച്ചുറലായിട്ട് പകയ്ക്കും. നിന്നെ കൊന്നുകളയത്തൊക്കെ ഇവിടെ അവർ പ്രവർത്തികൾ ചെയ്യും. നീ അത് സഹിച്ചേ പറ്റും. അത് സഹിപ്പാനാണ് ക്രിസ്തുവിനെ നമുക്ക് രക്ഷാ നായകനായിട്ട് തന്നിരിക്കുന്നത്. അവൻ തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ലോകത്തെ ജയിച്ചവൻ നമ്മിൽ വസിച്ചുകൊണ്ട് ലോകത്തെ ജയിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഇതാണ് ക്രിസ്തുവിലുള്ള വാഴ്ച, ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നു. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യം നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് യൂട്യൂബിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ കാര്യം റിവൈസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് അടുത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എങ്ങനെയാണ് ക്രിസ്തുവിൽ ഫുള്ളി ഗ്രോൺ ആകുന്നത്? കൃപയിലുള്ള വളർച്ച എന്ന് പറയും. ഞാൻ കൊറോണ സമയത്ത് ഇത് ഓഡിയോ മെസ്സേജായിട്ട് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ കാര്യങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്യാമായിരുന്നു. കൊറോണ തീരാതെ ഞാൻ ആ ഗ്രൂപ്പ് ഡിസ്മാൻഡിൽ ചെയ്തതോടെ പല ആൾക്കാരും പിറുപിറുത്ത് മാറിക്കളഞ്ഞു. അയ്യോ, ഞങ്ങൾ വാട്സപ്പിൽ നിന്ന് ഞങ്ങളെ പാസ്റ്റർ മുടക്കി.
പാസ്റ്ററാണ് നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. കൊറോണയുടെ പ്രശ്നങ്ങൾ തീർന്നപ്പോൾ ആ ഗ്രൂപ്പ് അങ്ങ് ഡിസ്മിസ് ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന ഗ്രോത്ത് സന്തോഷത്തോടെ സ്വീകരിച്ചവരൊക്കെ പിറുപിറുത്ത്, ഒത്തിരി പേര് പിറുപിറുത്ത് പിന്മാറിപ്പോയി. നഷ്ടപ്പെട്ടത് എന്താ? എങ്ങനെയാണ് കൃപയിൽ വളരുന്നതിനെ കുറിച്ച് കൊണ്ട് ഓഡിയോ ആയിട്ടായിരുന്നു, വീഡിയോ ഇല്ലായിരുന്നു. ഓഡിയോ വാട്സപ്പിൽ കൂടെ ഓഡിയോ മെസ്സേജുകൾ കൊടുക്കുമായിരുന്നു. ആ മെസ്സേജ് തീർന്ന് കൊറോണ തീരാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ ഡിസ്മിസ് ചെയ്തപ്പോൾ, അയ്യോ പാസ്റ്റർ ഞങ്ങളെ ഡിസ്മിസ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് തീർത്തു. എന്താ? വാസ്തവത്തിൽ ഗ്രോത്ത് നടന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെവി കൂടെ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ പ്രവൃത്തി നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സംവെയർ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട്. അതിനങ്ങ് എക്സ്പോസ് ചെയ്ത് കിട്ടുമ്പോൾ കർത്താവേ ഇതെന്നെ ഒളിച്ചിരിക്കാന്നല്ലോ, ഈ ചെറുകൂർക്കലിന് എനിക്ക് വേണ്ട, ഇത് മുന്തിരിവള്ളി നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റിനൗൺസ് ചെയ്യുക, എന്നേക്ക് മാറ്റിക്കളയുക. ഇത് നിങ്ങളുടെ സോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നോക്കുക. അതിൻ്റെ കൂടെ കർത്താവ് മറ്റെല്ലാം ഫ്രീ ആണ്. നിങ്ങളെ നിങ്ങളുടെ തലമുറകളെ പരിപാലിക്കാൻ അവൻ വിശ്വസ്തനാണ്. യോശുവയുടെ കാലേബിൻ്റെ ഒരു വിശ്വാസമായിരുന്നു. അനക്കമല്ല, മറ്റുള്ളവർക്ക് അനാരക്കമല്ലമാരെ കണ്ട് ഭയന്നുപോയി. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞു അനാരക്കമല്ലമാരുണ്ട്, പക്ഷെ കുഴപ്പമില്ല, മിസ്രൈം ദേശത്ത് നമ്മൾ കൊണ്ടുവന്ന യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ദേശം അവകാശമാക്കും. ആ വാക്കുമേ ദൈവം പറഞ്ഞു, ഞാൻ യോശുവെ കുടുംബത്തെ ഞാൻ നടത്തും. യോശുവ ഒരു വാക്ക്, കാലേബ് ഒരു വാക്ക് പറഞ്ഞോളൂ. മറ്റുള്ളവരൊക്കെ എന്തായി? കുടുംബങ്ങളായിട്ട് മരുഭൂമി 40 വർഷം കൊണ്ട് ചത്തൊടുങ്ങേണ്ടി വന്നു. യോശുവിനെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? കാലേബിനെ കുടുംബത്തെ ദൈവം യോർദാൻ കടത്തി വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു. അതിനേക്കാളും ഉന്നതമായ സാക്ഷ്യം നമുക്കുള്ളത്, എനിക്ക് വേണ്ടി കാൽവരിയുടെ ക്രൂശിന് പാപയാഗമായി തീർന്നവൻ, ആ ദൈവക്രോധത്തിന്റെ പാനപാത്രം മുഴുവൻ കുടിച്ച് എനിക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവൻ, ഇന്ന് ഉയർത്തെന്നിട്ട് സ്വർഗത്തിന്റെ ഭൂമി സകല അധികാരമുള്ളവനായി വാഴുന്നു. അവൻ മതി എനിക്ക്. നമ്മളൊരു പാട്ട് പാടല്ലോ, നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിത യാത്രയിൽ. ഇനി പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. യെസ്, നിന്റെ കൃപ മതി, എൻ്റെ മെറിറ്റ് അല്ല, നിന്റെ കൃപ മതി. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നെറ്റിലുമായ ദൈവ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തിനും കർത്താവ് നിന്റെ കൃപയുടെ ആവശ്യം മതി, നിന്റെ കൃപ മതി കർത്താവ്. ഇന്ന് കർത്താവ് ഡീറ്റെയിലായി പല കാര്യങ്ങൾ സംസാരിക്കുകയായി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി നീ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരും ഇനി യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നിന്റെ പ്രവൃത്തിയെ, നിന്റെ സ്നേഹത്തെ അവർക്ക് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ കടന്നു പോകുന്ന പിന്നെ പ്രതികൂല സാഹചര്യത്തിൽ കർത്താവ് തങ്ങളുടെ പണം കൊണ്ടും വശീകരണം കൊണ്ടും ഭൂരാജാക്കന്മാരെ വശീകരിക്കുന്ന മതവിഭാഗങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ നിന്റെ മഹത്വം കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.